ഹായ്. അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള അതിഥി ഉണ്ണിവാവ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന എൻ്റെ അമ്മയുടെ അനിയത്തി. എൻ്റെ അമ്മ തന്നെയാണ്, നമ്മുടെ മേമയാണെന്നുള്ളത് നമ്മൾ വിളിക്കുന്നുള്ളൂ. പക്ഷേ നമ്മളെ അമ്മ തന്നെയാണ് ഫോണിലൊക്കെ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. മാത്രമല്ല മനസ്സിലും സേവ് ചെയ്ത് വെച്ചേക്കുന്നത് അമ്മ തന്നെയാണ്. നമ്മുടെ അമ്മ തന്നെയാണ് നമ്മളെ എടുത്തതും വളർത്തിയതും നോക്കിയതും കുളിപ്പിച്ചതും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ വലിയ വലിയ കഥകളാണ്. അപ്പോൾ ഇന്ന് ഉണ്ണിമാവനെ കാണാൻ മേമ ഞായറാഴ്ചയായിട്ട് ഇവിടെ നേരത്തെ തന്നെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 11 മണി ആ ഒരു സമയമാകുമ്പോഴേക്കും മേമ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ പാപ്പൻ വന്നിട്ടില്ലേ. പാപ്പൻ അവരുടെ വീട്ടിൽ അങ്ങനെ നായ്ക്കുട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് പാപ്പൻ വരുള്ളൂ. വൈകുന്നേരത്തേക്ക് പാപ്പൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞേക്കണേ. ചിലപ്പോൾ ഞാൻ എൻ്റെ ബൈക്ക് എടുത്തിട്ട് പാപ്പനെ കൊണ്ടുവരാൻ പോവും. അത് നമ്മുടെ ഒരു സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ മേമയോട് വന്നിട്ടുണ്ട്. ഉണ്ണിവാവയ്ക്കുള്ള ആദ്യത്തെ സമ്മാനം മേമയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് കാണാം. മേമയുടെ അകത്തുണ്ട്. ഇതായിരിക്കണോ നമ്മുടെ മേമ. അപ്പോൾ ആസ്പത്രിയിലുണ്ടായിരുന്ന ആളാണ് കേട്ടോ. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും. മുടി ഇപ്പോൾ കൂടുതലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്രയൊക്കെ മുടി മതി. മനുഷ്യന് ആരോഗ്യം ഉണ്ടായി മതി, മുടി വേണമെന്നൊന്നുമില്ല. കണ്ട മനസ്സ് നോക്ക് കണ്ട കണ്ട കണ്ട. മേമ കൊണ്ടുവന്നും ഇങ്ങോട്ട് കാണിച്ചേ. ഇതില് വ്യത്യാസം ഉണ്ടല്ല. ഈ മണി ചുവപ്പ് കൂടുതലുണ്ട് എൻ്റെ ഇതില്. ഇത് പച്ച വച്ചിട്ട് ഇതിലെന്തായാലും വെള്ളയാ, എന്നിട്ടാണ് മഞ്ഞ. നോട്ടെ കാണിച്ചേ. വാവല്ലേ വള. ഈ വെള്ളം നോക്കി നോക്കിയേ. ഇങ്ങോട്ട് കാണിക്കും. പിന്നെ വള, പിന്നെ എന്തുട്ടാ മാല കാണിച്ചേ. ഇതിപ്പോ ആരെ കൊണ്ടുവന്നു കാണിച്ചേ. ഇത് മേമ, ഇത് നമ്മള് രാത്രി പോയി മേടിച്ചു. രണ്ടും ഒരേപോലത്തെ കലക്കി. ഇതില് കുറച്ച് ചുവപ്പ് കൂടുതലുണ്ട്. എവിടെ? മണികളിലെ വ്യത്യാസമുണ്ട്. സെയിം തന്നെയാണ്. മുത്തൊക്കെ തന്നെ കൂടുതൽ വ്യത്യാസങ്ങൾ കുറച്ചുണ്ട്. അങ്ങനെയുള്ള. അപ്പൊ ദിയക്ക് മേമ കൊണ്ടുവന്ന് കൊടുത്തണ്ട മുത്തുമാലാട്ടാ. പിന്നെ വള കാണിക്ക്. ഏത്? അപ്പൊ ഇത് തൊത്തിനെടുത്ത് വെച്ചാ മതി ഉണ്ണിക്ക്. ഇത് ഉണ്ണിക്ക് എടുത്ത് വെച്ചോ, മാറ്റണ്ട. ഇത് ചെറുതിനെ കൊള്ളാലോ, അവൾക്ക് കറക്റ്റ് ആവും. അതൊക്കെ ആവും. നല്ല കളറൊക്കെ മാറ്റണ്ട. ഇത് കൊള്ളല്ലോ. ഇത് കൊള്ളില്ലേ? ഷൂവൊക്കെ സെറ്റപ്പ് ആക്കില്ലോ. നോട്ടെ. ഇങ്ങോട്ട് നോട്ടെ. പവർ കാണിക്കണ്ടല്ലോ. കരിവളം സമ്മാനങ്ങൾ നിറഞ്ഞു. ഉണ്ണിവാവയ്ക്ക് ആദ്യത്തെ സമ്മാനം കേട്ടോ. ഇതെന്താ ബേബി സെറ്റാ? സമ്മാനങ്ങൾ എന്താ വന്നിട്ടുണ്ടോ? മാമ 2 ഉടുപ്പ് വാങ്ങിയിട്ട് ഒരു സോപ്പ്. കുഞ്ഞിശെടി ചോച്ച് കുഞ്ഞി ചോച്ച്. ഷെഡി വലിപ്പുണ്ട്. മറ്റേതൊക്കെ വെക്കണതല്ലേ. അപ്പൊ ആദ്യത്തെ സമ്മാനം കേട്ടോ ഉണ്ണിക്ക്. പ്രസവം നോക്കിയ ആളെന്നെ കൊണ്ടുവന്നു. നല്ല വേണം. ഇത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ. പിന്നെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്ക്. ഞാൻ കണ്ടു. സോപ്പ്, പൗഡർ, സോപ്പ് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ ഞങ്ങള് പിന്നിക്കട്ടി ഇതൊക്കെ നമ്മുടെ അമ്മായി ഉപ്പേരി സാമ്പാർ പപ്പടത്തിന്റെ ആള് നമുക്കും തരണ ആള്. ഏയ് അല്ലക്കി
കുട്ടാട്ടൻ ചോദിച്ചത് അമ്മായി പിന്നെ ഡെയിലി വരും കേട്ടാ ഉണ്ണീനെ കാണാൻ. കൊള്ളോടെയാണ് ചോദിച്ചത്. കാണാൻ വന്നിട്ട് പോവും. കാരണം അവിടെ പണികൾ വീട്ടിലുള്ള കാരണേ. പശുണ്ട്, പിന്നെ മാമനുണ്ട്, മാമന്റെ മോനുണ്ട്, ശ്രീകുട്ടൻ. അവരെയൊക്കെ കാര്യം നോക്കണ്ടേ. ഞാനും എടുത്തിട്ടുണ്ട് കുഞ്ഞിത് വലുതും നന്നായില്ലേ. ഇതെപ്പോഴും പഠിച്ചേ? ഇന്നലെ മേടിച്ചതല്ലേ. കൺമഷി ഇട്ടിട്ടില്ലേ? ഇത് ഞങ്ങൾ ഇന്നലെ അത്താണിന്ന് പഠിച്ചേട്ടാ മോതിരം. കൺമഷി 2 സൈമ ആ മണിയോ അങ്ങനെ ആരേല് കെട്ടറ മണി അല്ല മാം, അതല്ല മരയിലുണ്ട്. ഞങ്ങൾ ഇന്നലെ മേടിച്ചിട്ടുണ്ടേ. അതൊക്കെ നാളെ ഇറക്കാനുള്ള പരിപാടിയാണ്. കൈ വലുതായില്ലേ? 7 വയസ്സിന്റെ അളവ് വേണം നീ. എന്നെ ഇടിക്കുമ്പോ നല്ല ആരോഗ്യം മേമേ. കൈ കാണിച്ചു കൊടുക്ക, സ്ട്രോങ് കാണിച്ചു കൊടുക്ക്. എന്റെ മസില് കുട്ടിയുടെ ഇല്ല പശുവിടെ തൊഴുത്തില്ല, പുറത്ത് കെട്ടിയേക്ക. അതല്ലേ ഇത് പൊട്ടൂട്ടാ, അതാ ഞാൻ പറഞ്ഞേ. ഇത് പൊട്ടില്ല, ഇത് അതുപോലത്തെ വെള്ളയാ. ഞങ്ങൾക്ക് നീലോടെ നിങ്ങളൊക്കെ കമ്പത്തിട്ട് അമ്മായി എങ്ങടാ? ആ പശുവിനെ പുറത്ത് കെട്ടിയേക്കണല്ലേ. മാമ അങ്ങോട്ട് വരുമ്പോ എവിടേക്ക് പോയിക്കാ? തോടിന്റെ അടിക്കാ മാമ വരുമ്പോ എവിടേക്ക് പോയിക്കാ? എങ്ങട് മാമ വല്യമ്മടത്തേക്ക് വല്യച്ഛനൊന്ന് കാണാനൊക്കെ വേണ്ടി. ദാ. ഇത് ഇത്തിരിയും കൂടി വലിപ്പ. തന്നോ. ഒന്ന് ചെയ്താ മതി. ആരത്? ചൂട്ടസ് പോയാ? ഞാനാ എന്തിനാ എന്നെ കുറ്റം പറയണ? ഞാൻ അത് കണ്ടിട്ടുന്നില്ലല്ലോ. ആ ഇവിടെ വെച്ചിണ്ടായിരുന്നു അല്ലേ? ആ ശരി, അച്ഛൻ കണ്ടല്ലോടാ. പെൺകുട്ടികളൊക്കെ കണ്ടും കൊട്ടൊക്കെ എഴുതിട്ട് ഞാനിങ്ങനെ കേൾക്കൂലോ. നാളെ വലിയ പെണ്ണായിട്ട് ഇങ്ങനെ കേൾക്കൂലോ, കണ്ണും മൂക്കൊക്കെ എഴുതിട്ട്. അപ്പൊ ഉണ്ണിയുടെ 28ആയിട്ട് മേമയാണ് നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് വരാനുള്ളത് കുട്ടപ്പാപ്പൻ, അതായത് മേമയുടെ ഭർത്താവ് കുട്ടപ്പാപ്പൻ, പിന്നെ നമ്മുടെ മാമൻ, പിന്നെ നമ്മുടെ നായകൻ അച്ഛൻ കളനാട്ടിൽ നിന്ന് വരാനുണ്ട്. അച്ഛനെ അനിയനൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ.